ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 6, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. കഴിഞ്ഞ ആഴ്ച കറണ്ട് അഫേഴ്സ് എല്ലാം ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ലിങ്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് കറണ്ട് അഫേഴ്സിൽ ഏതാണ്ട് 9ഓളം ഹെഡിങ്സ് ആണുള്ളത്. കേരള, നാഷണൽ, ഇന്റർനാഷണൽ, സ്പോർട്സ് എന്നീ എല്ലാ തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വയലാർ അവാർഡ് ഫോർ ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിന് വയലാർ അവാർഡ്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്, മലയാള പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഇ സന്തോഷ് കുമാർ അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ച കാര്യം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 49ാമത്തെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ അവാർഡ് ആണ് ഇ സന്തോഷ് കുമാർ ലഭിച്ചിട്ടുള്ളത്. 49ാമത്തെ അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തപോമിയുടെ അച്ഛൻ എന്ന നോവലിനാണ് റൈറ്റർ ആയിട്ടുള്ള ഇ സന്തോഷ് കുമാറിന് 49ാമത്തെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ അവാർഡ്, ലിറ്റററി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 48ാമത്തെ വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് അശോകൻ ചെരുവിൽ. കാട്ടുകടവ് എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. 48ാമത്തെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ലിറ്റററി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അശോകൻ ചാരുവിൽ. ഈ ഒരു അവാർഡ്, വയലാർ രാമവർമ്മ മെമ്മോറിയൽ അവാർഡ്, ഇത് ആദ്യമായിട്ട് നേടിയിട്ടുള്ള വ്യക്തിയാണ് ലളിതാംബിക അന്തർജനം. 1977 അഗ്നിസാക്ഷി എന്ന നോവലിന് വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് ലളിതാംബിക അന്തർജനത്തിൽ ലഭിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് പേഴ്സൺ ലളിതാംബിക അന്തർജനം. ഈ വർഷമാണെങ്കിൽ ഇ സന്തോഷ് കുമാർ 49ാമത്തെ വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രകാശ് രാജ് ടു ഹെഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജൂറി. പ്രകാശ് രാജ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനാകും. ഇതും കേരളത്തിന്റെ ഒരു വാർത്തയാണ്, മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. കാരണം സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആക്ടർ, ഫിലിം മേക്കർ, പ്രൊഡ്യൂസർ ആയിട്ടുള്ള പ്രകാശ് രാജ് ആണ് വരാൻ പോകുന്ന, അതായത് കഴിഞ്ഞ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറി ഹെഡ് ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. പ്രകാശ് രാജ് നമുക്കറിയാം, തമിഴ് സിനിമകളിൽ തന്നെ ഒപ്പം തന്നെ നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ആക്ടറാണ് പ്രകാശ് രാജ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ അവാർഡ് ജൂറിക്ക് മെമ്പറാകുന്ന രണ്ടുപേരാണ് രാജൻ പ്രമോദും ജിബു ജേക്കബ്. ഈ രണ്ടുപേരെയും കേരള സ്റ്റേറ്റ് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം മെയിൻ ജൂറി എന്ന് പറയുമ്പോൾ അത് പ്രകാശ് രാജ് ആണെങ്കിൽ മറ്റു രണ്ടുപേർ അവരും സിനിമ ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാമാണ്, രാജൻ പ്രമോദും ജിബു ജേക്കബും. 55ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആണ് 2025 വരാൻ പോകുന്നത്. 55ാമത്തേത്. 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ JC ഡാനിയൽ അവാർഡ്. JC ഡാനിയൽ അവാർഡ്, ഈ അവാർഡിന് പറയുന്ന മറ്റൊരു പേരാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഇപ്പം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ലെങ്കിൽ JC ഡാനിയൽ അവാർഡ് 54ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഷാജി എൻ കരുൺ. ഈ വർഷം 55ാമത്തേതാണ് വരാൻ പോകുന്നത്. അതിന്റെ ജൂറി ഹെഡ് ആയിട്ടാണ് ആക്ടർ, ഫിലിം മേക്കർ ആൻഡ് പ്രൊഡ്യൂസർ പ്രകാശ് രാജ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് തൈക്കാച്ചി സെറ്റ് ടു ബി ജപ്പാൻസ് ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ. തൈക്കാച്ചി ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകും. ആദ്യമായിട്ടാണ് ജപ്പാനിലെ ഒരു വനിതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. അത് സനെ തൈക്കാച്ചിയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ എന്ന് ചോദിക്കുമ്പോൾ സനെ തൈക്കാച്ചിയാണ്. ജപ്പാനിലെ അയൺ ലേഡി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സനെ തൈക്കാച്ചി. 1961 ജനിച്ച സനെ തൈക്കാച്ചി കോളേജ് പഠനകാലത്ത് ഒരു നല്ലൊരു ഡ്രമ്മറും ഒപ്പം തന്നെ ഒരു മോട്ടോറിസ്റ്റ് ആയിരുന്നു. അതായത് റേസിങ്ങിനൊക്കെ പോയി താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് രാഷ്ട്രീയത്തിൽ വരികയും കംപ്ലീറ്റ് ആയിട്ട് ലൈഫ് പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അർപ്പിച്ചിട്ടുള്ളത് പൊളിറ്റിക്സിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ജപ്പാന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആകാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഷിഗേരു ഇഷിബ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7 രാജിവെച്ചു. കഴിഞ്ഞ വർഷം, അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഷിഗേരു ഇഷിബ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആയത്. എന്നാൽ അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. അത് സനെ തൈക്കാച്ചിയാണ്. ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മെമ്പറാണ് സനെ തൈക്കാച്ചി. ഷിഗേരു ഇഷിബയും സെയിം പാർട്ടി അംഗമാണ്. അവിടുത്തെ മറ്റൊരു പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി. അടുത്ത ന്യൂസ് ഹെഡിംഗ് ആണ്
ഇന്ത്യൻ നേവി ടു കമ്മീഷൻ INS ആൻഡ്രോത്ത്. ഇന്ത്യൻ നേവി INS ആൻഡ്രോത്ത് കമ്മീഷൻ ചെയ്യും. ഇന്നാണ് ഇന്ത്യൻ നേവി INS ആൻഡ്രോത്ത് ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും എല്ലാ പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യൻ നേവിക്ക് മറ്റൊരു കപ്പൽ കൂടി അത് ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ന് 6 ഒക്ടോബർ 2025 ആണ് ഇന്ത്യ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. SWC എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ആണ് INS ആൻഡ്രോത്ത്. ഈ ഒരു കപ്പൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് വിശാഖപട്ടണത്താണ്. ഇന്ന് ഒക്ടോബർ 6 ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് വൈസ് അഡ്മിറൽ രാജേഷ് പണ്ഡർക്കർ. അദ്ദേഹം ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ്. അതായത് FOCNC എന്നറിയപ്പെടുന്ന നേവൽ കമാൻഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് FOCNC ആണ്. അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ് വൈസ് അഡ്മിറൽ രാജേഷ് പണ്ഡർക്കർ. ഇന്ന് ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ് ആണുള്ളത്. ഒന്ന് വെസ്റ്റേൺ കമാൻഡ്, മറ്റൊന്ന് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മൂന്നാമത്തത് സദേൺ നേവൽ കമാൻഡ്. സദേൺ നേവൽ കമാൻഡ് കൊച്ചി, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഇത് മുംബൈ, ഈസ്റ്റേൺ നേവൽ കമാൻഡ് വിശാഖപട്ടണത്തെ ഏറ്റവും ടോപ്പ് ലെവലിൽ കമാൻഡിംഗ് ഓഫീസർ, അതായത് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ് വൈസ് അഡ്മിറൽ രാജേഷ് പണ്ഡർക്കർ. INS ആൻഡ്രോത്ത് എന്ന് പറയുന്ന കപ്പൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത് കൊൽക്കട്ടയിലെ GRSCയിലാണ്. അതായത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. കൊൽക്കട്ടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കപ്പൽ നിർമ്മാണ കമ്പനിയാണ് GRSC. അതുപോലെ തന്നെ കൊച്ചിയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡും, ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്, മുംബൈയിലാണെങ്കിൽ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി എന്നിവയെല്ലാമാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻസ് ഷിപ്പ് അക്ഷർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അക്ഷർ കമ്മീഷൻ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസമാണ് അക്ഷർ എന്ന കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഫാസ്റ്റ് പെട്രോൾ വെസൽ ആണ് അക്ഷർ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. INS ആൻഡ്രോത്ത് ആണ് 6 ഒക്ടോബർ, അതായത് ഇന്ന് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതിന് 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി അക്ഷർ എന്ന ഒരു ഫാസ്റ്റ് പെട്രോൾ വെസൽ ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ടോട്ടൽ 8 ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ ഒരു കപ്പലാണ് അക്ഷർ എന്ന് പറയുന്ന കപ്പൽ. ആദമ്യ എന്ന കപ്പലാണ് ആദ്യത്തെ കപ്പൽ. 8 ആദമ്യ ക്ലാസ് ഫാസ്റ്റ് പെട്രോൾ വെസലിലെ രണ്ടാമത്തെ കപ്പലാണ് അക്ഷർ. ദ ഫസ്റ്റ് വൺ ഇസ് ആദമ്യ. ഈ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ആണ്. അതായത് ഫാസ്റ്റ് പെട്രോൾ വെസൽ ഡിഫൻസ് മിനിസ്ട്രി നൽകിയിട്ടുള്ള ആ ഒരു ഓർഡർ ഇത് ലഭിച്ചിട്ടുള്ളത് ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡിനും. ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് ആണ് ഈ ഒരു കപ്പൽ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടും രണ്ടാമത്തെ കപ്പൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 4 കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അക്ഷർ എന്ന കപ്പൽ, ഈ കപ്പലിന്റെ നീളമാണ് 51 മീറ്റർ ലോങ് വെസൽ ആണത്. അക്ഷർ എന്ന കപ്പലിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇംപെരിഷബിൾ എന്നതാണ്. അതായത് നശിക്കാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം. അക്ഷർ ആണ് രണ്ടാമത്തെ കപ്പൽ. ആദ്യത്തേത് ആദമ്യ എന്ന് പറയുന്ന കപ്പൽ. ടോട്ടൽ 8 ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് ഗോവ ഷിപ്പ് യാർഡ് ലിമിറ്റഡിന് ലഭിച്ച ഓർഡർ. മറ്റൊരു കറണ്ട് അഫയേഴ്സിന്റെ ഹെഡിംഗ് ആണ് കൊങ്കൺ 2025 ബിറ്റ്വീൻ ദി ഇന്ത്യൻ നേവി ആൻഡ് ദി റോയൽ നേവി. കൊങ്കൺ 2025 എന്ന ഒരു നേവൽ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നേവി പങ്കെടുക്കുന്ന ഈ ഒരു എക്സസൈസിൽ മറ്റൊരു രാജ്യത്തിന്റെ നേവി കൂടി പങ്കെടുക്കുന്നുണ്ട്, റോയൽ നേവി. ഏത് രാജ്യത്തിന്റെ നേവൽ ഫ്ലീറ്റ് ആണ് റോയൽ നേവി? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കൊങ്കൺ 2025 എന്ന ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ഇത് ഇന്ത്യയും UK നേവിയാണ് റോയൽ നേവി. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് കൊങ്കൺ 2025. ഇത് ഒക്ടോബർ 5 മുതൽ ഒക്ടോബർ 12 വരെ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനിൽ, അതായത് പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേവൽ എക്സസൈസ് ആണ് കൊങ്കൺ 2025 എന്ന് പറയുന്ന നേവൽ എക്സസൈസ്. ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ് യാർഡ് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനവാഹന കപ്പലാണ് INS വിക്രാന്ത്. ആദ്യത്തേതാണ് INS വിക്രമാദിത്യ. INS വിക്രാന്ത് ആണ് ഇപ്പോൾ കൊങ്കൺ 2025 എന്ന നേവൽ എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. UK ആണെങ്കിൽ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന കപ്പൽ, ആ കപ്പലിലെ UK കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ആണ് പങ്കെടുക്കുന്നത്. 2 നേവി, ഒന്ന് ഇന്ത്യൻ നേവിയും മറ്റൊന്ന് റോയൽ നേവിയാണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
കോൺഗൺ 2025 എന്ന നേവൽ എക്സസൈസിൽ. സ്പോർട്സ് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 കൺക്ലൂഡഡ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഈ മത്സരം അവസാനിച്ചു. ഇന്ത്യക്ക് എത്ര മെഡൽസ് ലഭിച്ചു? ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ്? വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത്തെ രാജ്യം ഏതാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ഇത് അവസാനിച്ചു. ഈ കഴിഞ്ഞ ഒക്ടോബർ 5 അവസാനിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 27 ആരംഭിച്ച വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇതിൽ ഇന്ത്യക്ക് 22 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 6 ഗോൾഡും 9 സിൽവർ 7 ബ്രോൺസ് ആണ് ലഭിച്ചത്. 6 ഗോൾഡ് 9 സിൽവർ 7 ബ്രോൺസ് 22 മെഡൽസ്. ഇന്ത്യയുടെ സ്ഥാനമാണ് 10ാമത്തെ സ്ഥാനം. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 10th റാങ്ക് ആണ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. 15 ഗോൾഡ് ആണ് ബ്രസീലിന് ലഭിച്ചിട്ടുള്ളത്. 44 മെഡൽസ് ആണ് ബ്രസീലിന്. തൊട്ടുപിറകെ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. 13 ഗോൾഡ് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച രാജ്യം എന്ന് പറയുമ്പോൾ അത് ചൈനയാണ്. 52 മെഡൽസ് ആണ് ചൈനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ഇറാൻ, 4 നെതർലാൻഡ്, പോളണ്ട്, കൊളംബിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഇറ്റലി, US. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ തൊട്ടുപുറകെയാണ് ജർമ്മനി. ഇന്ത്യക്ക് 6 ഗോൾഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ള രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനത്താണ് ബ്രസീൽ. 3ാം സ്ഥാനത്ത് US 27 മെഡൽസ്. 4ാം സ്ഥാനത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ. 5ാം സ്ഥാനത്താണ് ഇന്ത്യ 22 മെഡൽസ്. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് 2 മെഡൽസ് നേടിയിട്ടുള്ള വ്യക്തികളാണ് സിമ്രാൻ വുമൻസ് 100 മീറ്റേഴ്സിലും മറ്റൊന്ന് പ്രീതി പാൽ വുമൻസ് 100 മീറ്റേഴ്സ് T35 എന്ന കാറ്റഗറിയിലും 200 മീറ്റർ കാറ്റഗറിയിലും. നാഷണൽ ലെവലിലുള്ള മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. മനീഷ് ആൻഡ് വൈഷ്ണവി ആർ നാഷണൽ ചാമ്പ്യൻസ്. മനീഷ് ആൻഡ് വൈഷ്ണവി ദേശീയ ചാമ്പ്യന്മാരാണ്. ഏത് മേഖലയിലാണ് മനീഷ് ആൻഡ് വൈഷ്ണവി നാഷണൽ ചാമ്പ്യൻസ് ആയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മനീഷ് സുരേഷ് കുമാർ ആൻഡ് വൈഷ്ണവി അത്കർ ഈ കഴിഞ്ഞ ഒക്ടോബർ 4 നടന്നിട്ടുള്ള ഫെനിസ്റ്റ നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസിൽ കിരീടം കരസ്ഥമാക്കി. നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു ഒക്ടോബർ 4. ഇതിലാണ് മനീഷ് സുരേഷ് കുമാറും വൈഷ്ണവി അത്കറും സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ളത്. 30ാമത്തെ നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു നടന്നിട്ടുള്ളത് ഒക്ടോബർ 4. ഇതിലാണ് മനീഷ് സുരേഷ് കുമാറും വൈഷ്ണവ് അത്കറും സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ളത്. ഈ ഒരു മത്സരം നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ DLTA കോംപ്ലക്സിൽ വെച്ചാണ്. 30ാമത്തെ നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലെ DLTA കോംപ്ലക്സിൽ. ഇതിലാണ് മനീഷ് സുരേഷ് കുമാറും വൈഷ്ണവി അത്കറും ടൈറ്റിൽസ് നേടിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഹെഡിങ് റസൽസ് വിൻസ് സർപ്രൈസ് സിംഗപ്പൂർ GP പോൾ. സിംഗപ്പൂർ GP പോളിൽ അപ്രതീക്ഷിത വിജയം റസൽ നേടി. കാർ റേസിംഗ് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മെഴ്സഡീസിന് താരമായിട്ടുള്ള ജോർജ് റസൽ ആണ് സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീ ഈ കഴിഞ്ഞ ഒക്ടോബർ 4 നേടിയിട്ടുള്ളത്. സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീയിൽ വെറും 5.4 സെക്കൻഡ്സിന് വ്യത്യാസത്തിലാണ് മെഴ്സഡീസിന് താരമായിട്ടുള്ള F1 ഡ്രൈവറായിട്ടുള്ള ജോർജ് റസൽ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ കേവലം 5.4 സെക്കൻഡ്സിന്റെ വ്യത്യാസത്തിൽ ആണ് മാക്സ് വെസ്റ്റാപ്പന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. 3ാം സ്ഥാനത്ത് ലാൻഡൻ നോറിസ് ആണ്. ദ ഫസ്റ്റ് ഈസ് മെഴ്സഡീസിന്റെ ജോർജ് റസൽ, സെക്കൻഡ് മാക്സ് വെസ്റ്റാപ്പൻ, 3ാമത്തത് ലാൻഡൻ നോറിസ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് പ്രീ വിജയിച്ച വ്യക്തിയാണ് മാക്സ് വെസ്റ്റാപ്പൻ. എന്നാൽ ഈ വർഷം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്പം മോശമാണ്. ജോർജ് വെസൽ ആണെങ്കിൽ ഈ വർഷത്തെ 2ാമത്തെ വിജയമാണ്. ഇതിനു മുമ്പ് ജൂണിൽ വെച്ച് നടന്നിട്ടുള്ള കനേഡിയൻ ഗ്രാൻഡ് പ്രീയിലും വിജയിച്ച വ്യക്തിയാണ് മെഴ്സഡീസിന്റെ ജോർജ് വെസൽ. ഇന്നിപ്പോൾ F1 കാർ റേസിംഗിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോർജ് വെസൽ. അതോടൊപ്പം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാർ റേസേഴ്സ് ആണ് മാക്സ് വെസ്റ്റാപ്പൻ, ലാൻഡൻ നോറിസ്, ലൂയിസ് ഹാമിൽട്ടൺ എന്നിവരെല്ലാം. നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.